സി റോണിക്ക ബേബി, ഒരുപക്ഷെ മറ്റത്തൂരിലെ ആ 8 മെമ്പർമാർക്ക് കൈപ്പത്തി ചിഹ്നം നോക്കിയായിരിക്കണം അവിടുത്തെ വോട്ടർമാർ വോട്ട് ചെയ്തത്. ആ മെമ്പർമാർ ആദ്യത്തെ ചതി ചെയ്തത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോടല്ല, അവിടെ വോട്ട് ചെയ്ത ആ ജനതയോടാണ്. എന്തൊരു രാഘവത്തോടു കൂടിയാണ് വളരെ കൃത്യമായി തന്നെ ബി ജെ പിക്കൊപ്പം ചേരുന്നത്. ബി ജെ പി എന്ന പാർട്ടിയായി കോൺഗ്രസ്സുകാർ മാറുന്ന ആ മ്ലേച്ഛത എങ്ങനെ നിങ്ങൾ ജനങ്ങൾ അഭിമുഖീകരിക്കും? മറ്റത്തുകാരോട് എന്താണ് പറയാനുള്ളത്? ഇവിടെ അങ്ങ് ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടി മൊത്തമായി ബി ജെ പിയിൽ ചേർന്നത് അരുണാചൽ പ്രദേശിലും മേഘാലയയിലും ഒന്നുമല്ല, അങ്ങ് ബംഗാളിലാണ്. സി പി എമ്മിന്റെ ഓഫീസുകൾ സഹിതം ഇരുട്ടി വെളുത്തപ്പോൾ ബി ജെ പി ആയി മാറി. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇവിടെ ഇപ്പോൾ മറ്റത്തൂര് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് സി പി എമ്മിന് ഇത്ര വിഷമം എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായി പറയാം. 25 വർഷമായി സി പി എം അടക്കി ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്താണ് മറ്റത്തൂര്. 2010 22 18 സീറ്റ്, 2015 22 15 സീറ്റ്, 2020 13 സീറ്റ്. അത് 2025 വന്നപ്പോഴത്തേക്കും 25 വർഷമായി സി പി എം അടക്കി ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. അവിടെ ഭരണം നഷ്ടപ്പെട്ടിട്ടും ജനവികാരം ശക്തമായി എതിരാണെന്ന് അറിഞ്ഞിട്ടും ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് തങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത് എന്ന് അഡ്മിറ്റ് ചെയ്യുവാൻ പോലും തയ്യാറാകരുത് സി പി എം. അവിടെ കോൺഗ്രസ് വിമതരായി മത്സരിച്ച് ജയിച്ച, കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച് അവിടെയുള്ള കോൺഗ്രസിന്റെ അംഗങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യാൻ തയ്യാറായി രാവിലെ എത്തിയ ഔസേപ്പിനെ നിങ്ങൾ പണം കൊടുത്തും അല്ലാതെയും പ്രലോഭിപ്പിച്ച് സ്വാധീനിച്ച് സമ്മർദ്ദത്തിൽപ്പെടുത്തി സി പി എമ്മിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അവിടെയുള്ള കോൺഗ്രസ്സുകാർ, അവിടെ രണ്ടാമത് വന്ന റിബൽ സ്ഥാനാർത്ഥി അത് എന്ന് പറയുന്നത് ടെസ്സി ജോസഫ് കല്ലറക്കൽ, കോൺഗ്രസ്സുകാരായിട്ടല്ല, അവർ അന്തസ്സായിട്ട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാജിവെച്ച് ഒറ്റ ആവശ്യമുള്ളൂ അവിടുത്തെ ജനങ്ങൾ. ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം സി പി എമ്മിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അത്രമാത്രം ആരോപണങ്ങളായിരുന്നു സി പി എമ്മിനെതിരെ. അവർ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാജിവെച്ച് അവരൊറ്റക്കെട്ടായി ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന, കോൺഗ്രസിന്റെ റിബലായി മത്സരിച്ച ടെസ്സി ജോസഫിനെ പ്രസിഡന്റായി അവിടെ തെരഞ്ഞെടുത്ത് അവിടെ വിജയിപ്പിച്ചു. അപ്പോൾ തുടങ്ങിയ സി പി എമ്മിന്റെ അസ്വസ്ഥത. ഇവിടെ ധാർമ്മികതയെ കുറിച്ച് സംസാരിക്കുമെങ്കിൽ ആദ്യം സി പി എം സംസാരിക്കേണ്ടത് കോൺഗ്രസ് അവിടെ വിജയിപ്പിച്ച, കാരണം അവിടെ പ്രാദേശികമായി അവിടെ ആ മറ്റത്തൂർ പഞ്ചായത്തും ഡി സി സിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ 3 സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേരിട്ട് കൈപ്പത്തി ചിഹ്നം നൽകിയത്. ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിച്ചത് അവിടുത്തെ പഞ്ചായത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തന്നെയാണ്. അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവർ തന്നെ പ്രാദേശികമായി തീരുമാനിച്ച സ്ഥാനാർത്ഥി. അപ്പോൾ ഈ ടെസ്സി ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഔസേപ്പ് ആണെങ്കിലും അവരെല്ലാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ചു വന്നതാണ്. അപ്പോൾ കോൺഗ്രസിനെ, ഒരു കോൺഗ്രസ് അംഗത്തെ കൂറുമാറ്റി അധാർമികമാക്കി അവിടെ സി പി എം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചപ്പോൾ അവിടുത്തെ ജനവികാരം സി പി എമ്മിന് എതിരാണ് എന്ന് മനസ്സിലാക്കി അവര് എടുത്ത ഒരു നിലപാട്. അല്ലാതെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നില്ല, അതിലൊരു ഒറ്റ ഒരാൾ പോലും ബി ജെ പിയിൽ ചേർന്നിട്ടില്ല. അങ്ങ് തെളിയിക്ക്. അവരിപ്പോഴും സ്വതന്ത്രരായി നിൽക്കുക. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവരിപ്പോഴും ഒരു പാർട്ടിയിലും ചേരാതെ സ്വതന്ത്രരായി നിൽക്കുക. അവരിപ്പോഴും പറയുന്നുണ്ട് അങ്ങനെ ഒരു പാർട്ടിയിലും ചേരാതെ നിന്നവരെ അല്ല മറ്റത്തൂരുകാർ വോട്ട് ചെയ്തത്. മറ്റത്തൂരിലെ 8 മെമ്പർമാർക്ക് വോട്ട് ചെയ്യുകയും ചെയ്തത്. നിങ്ങൾ കണ്ടെത്തുന്ന ന്യായങ്ങൾ ഏതായാലും ജനത്തിന് ദഹിക്കുന്നതല്ല.